ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റായ വിൻസ് ഓഫ് ചേഞ്ചിൽ ആദ്യ ചാപ്റ്റർ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സാണ്. അതായത് പാർട്ട് 2 ക്ലാസ്. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പാർട്ട് 2 ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ ഫുൾ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിൻ്റെ ഉത്തരങ്ങളും ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ലൈക്കിലൂടെ അറിയിക്കുക. നമുക്ക് നോക്കാം. ഡ്രീംസ് റിയലൈസ്ഡ്. മഹാദേവ് ദേശായിയുടെ സ്റ്റോറി ആയിരുന്നു ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ളത്. അപ്പം നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. ആദ്യം ലെറ്റ്സ് റിവൈൻഡിലെ ആദ്യ ആക്ടിവിറ്റി വരുന്നത് റീവിസിറ്റ് ദ പാസേജ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. അക്കോർഡിംഗ് ടു ഗാന്ധിജിനെ സംബന്ധിച്ച് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ എഡ്യൂക്കേഷൻ എന്താണെന്നാണ് പറയേണ്ടത്. നമ്മൾ ടെക്സ്റ്റിലുള്ളത് തന്നെ എഴുതിയാൽ മതി. നോൺ വയലൻസ് ഇറ്റ്സ് നോട്ട് ദ വെപ്പൺ ഓഫ് ദ വീക്ക്, it's the weapon of the strongest, ready to stand the blow of the adversaries and it does not retaliate. റിയൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് നോട്ട് പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, നോട്ട് പാസിംഗ് എക്സാമിനേഷൻ ബൈ റീഡിംഗ് മെനി ബുക്സ്, ഡെവലപ്പിംഗ് ക്യാരക്ടർ. അടുത്തത് വാട്ട് ഈസ് ഗാന്ധിജീസ് മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്? Answer. Gandhiji's message of non-violence to the youth is that if they explore the possibilities of non-violence, they will find that without character it will prove a fruitless study. അപ്പോൾ ഇതിൻ്റെ ഒന്നും മലയാളം ഞാൻ പറയാത്തത്, നമ്മളതെല്ലാം ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഇനി വീണ്ടും നമ്മളിതിൽ പറഞ്ഞ സമയം കളയണ്ടല്ലോ. പാർട്ട് 1 ക്ലാസ്സിൽ ഡീറ്റെയിൽ മീനിങ് നമ്മൾ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ആക്ടിവിറ്റി, ഗാന്ധിജി ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് റിയൽ എഡ്യൂക്കേഷൻ കാറ്റേഴ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് വൺസ് ക്യാരക്ടർ. ഹൗ ഫാർ ഈസ് ദിസ് ട്രൂ ഓഫ് യുവർ സെൽഫ്? എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ യുവർ ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട് നമ്മളുടെ വിദ്യാഭ്യാസം, റിയൽ ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിന് കാരണമാകുന്നത് അല്ലേ. അപ്പോൾ അത് എത്രത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ശരിയാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസസ് വെച്ചിട്ട് നിങ്ങളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Gandhiji's opinion that real education caters to the development of one's character is true for myself. There is a saying, when wealth is lost, nothing is lost. When health is lost, something is lost. But when character is lost, everything is lost. Perfectly encapsulates this truth. While material success and health can fluctuate, an individual's character remains the steady core of their identity. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഗാന്ധിജീസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് സ്പിന്നിങ് വീൽ? അപ്പോൾ ഈ സ്പിന്നിങ് വീൽ ഉണ്ടല്ലോ, ചർക്ക, അത് ഉപയോഗിക്കുന്നതിന് ഗാന്ധിജിയുടെ ജസ്റ്റിഫിക്കേഷൻ എന്തായിരുന്നു? ദ ഹോൾ പെസന്റ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഫേസസ് അൺഎംപ്ലോയ്മെന്റ് ഫോർ 6 months. ദ സ്പിന്നിങ് വീൽ വിൽ ഹെൽപ്പ് ദീസ് പെസൻസ് ടു ഹാവ് സംതിങ് ടു ഡു ഡ്യൂറിംഗ് ദെയർ ലോങ് അൺഎംപ്ലോയ്മെന്റ് പീരീഡ്. ഗാന്ധിജി സേസ് എവറി നേഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ് ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ്. ഇന്ത്യ വാസ് സെൽഫ് കണ്ടെയ്ൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് വാണ്ട്സ് ടു ബി സോ എഗൈൻ. അപ്പോൾ ഗാന്ധിജി ആ സ്പിന്നിങ് വീൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗാന്ധിജി അതിന് പറഞ്ഞ എക്സ്പ്ലനേഷൻ, നമ്മുടെ രാജ്യത്ത് 6 മാസം കർഷകർ അല്ലെങ്കിൽ പെസൻസ് തൊഴിലില്ലായ്മ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പിന്നിങ് വീല് അവർക്ക് അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യം വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഫുഡിൻ്റെയും കാര്യത്തിൽ സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം. നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾക്കുള്ള വസ്ത്രങ്ങളും നമ്മൾക്കുള്ള ആഹാര സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കണം. അതാണ് സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഇന്ത്യ മുമ്പ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയ രാജ്യം തന്നെയായിരുന്നു. ഇനിയും അതുപോലെ തന്നെ ആകണം എന്നാണ് ഗാന്ധിജി അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് ചാപ്ലിൻ. ഗാന്ധിജിയും ചാർലി ചാപ്ലിൻ തമ്മിലുള്ള മീറ്റിങ്ങിനെ നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. When Gandhiji was touring England, many celebrities went to meet him. Chaplin also wanted to meet him. When Gandhiji was told that Charlie Chaplin would like to meet him, he innocently asked who Chaplin was. But when Gandhi was told that Chaplin came from the people and lived for the people and he had made millions laugh, he agreed to meet him. Chaplin had heard about Gandhi's spinning wheel. The first question Chaplin asked was why Gandhi was against machinery. Gandhi said that the Indian peasants were unemployed for 6 months. In cloth and food, every nation should be self-contained. Indians were self-contained and want to be so again. അടുത്തത് ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് ആണ്.
You are invited to introduce the lesson Dreams Realized for an episode to be telecast by Kite Victors. Note the major points and prepare your introduction. You may complete the following chart and use it ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതണം. നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട് ഗാന്ധിജി അറ്റൻഡഡ് സെവറൽ മീറ്റിംഗ്സ് അവർ തന്നതാണ്. ബാക്കി നമ്മൾ റെഡിലും ബ്ലൂ കളറിലും എഴുതി കാണിക്കുന്നതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ദീസ് മീറ്റിംഗ്സ് വർ ഓർഗനൈസ്ഡ് ടു ഓണർ ഹിം. The students of France organized a reception for the spiritual ambassador of India. They went to see him as one bringing light to. Sorry, they went അല്ല, they welcome ആണ് കേട്ടോ, വായിച്ചത് മാറിപ്പോയതാണ്. They welcome ആണ് ഇവിടെ വരേണ്ടത്. WELCOME ആണ്. They welcome him as one bringing light to the exploitation blinded West. He was a healing balm to the war weary Europe. അടുത്തത് he expounded the message അവർ തന്നിട്ടുണ്ട്. അടുത്തത് he said that non-violence was not the weapon of the weak but of the strongest. To be a non-violent man, strength of the muscle is not necessary. ഇത് വേണ്ട. അടുത്തത് killing and getting killed in a battle are acts of bravery, but to stand the blows of your enemies and not to hit back is a greater form of bravery. അടുത്തത് when Charlie Chaplin asked for an appointment, Gandhiji innocently told that he did not know Chaplin, but when he was told that Chaplin was a man of the people, he was ready to meet him. He proposed to solve unemployment by the use of spinning wheel, as the peasants of India were unemployed for more than 6 months. Real education, according to him, is not filling your brain with facts and figures or reading books to pass the exams, but the building of character. Gandhiji also talked about the women who took part in the freedom struggle. There was no restriction on their entering public life. When the organizations for freedom struggle were banned and the leaders were jailed, it was women who came to the forefront and even went to jails. They came out of the home, took part in the processions, defied the law and bore the lathi blows without showing any resistance. അടുത്തത് it was not scholarly women like Sarojini Naidu but hundreds of unlettered women who received the blows to their heads. His idea of independence was that it would make India self-sufficient, especially in cloth and food. He did not want independence for his country in order to exploit any other race or any other individual. Freedom was a person's birthright and it was needed to live in dignity. അപ്പോൾ ഇത്രയുമാണ് നമ്മളതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തത് imagine you are one of the women who took part in the freedom struggle. Prepare a write-up on the hardship faced by your friends and yourself. You may begin like this. Gandhiji's call to the women of India brought me out of the 4 walls of my home. You may include expressions such as, അപ്പം നിങ്ങൾ അതായത് പണ്ട് നടന്ന ആ ഫ്രീഡം സ്ട്രഗിളിൽ നിങ്ങൾ അതിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണെന്ന് കരുതുക. നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കരുതുക. നിങ്ങളൊരു റൈറ്റപ്പ് ഉണ്ടാക്കണം. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും അന്ന് അനുഭവിച്ച ആ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയായിരുന്നു ആ താഴെ തന്നിരിക്കുന്ന ഈ ബോക്സിൽ തന്നിരിക്കുന്ന ഹിൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്രഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു റൈറ്റപ്പ് ബിഗിൻ ചെയ്യേണ്ടതെന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. മൈ ജേർണി ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ എന്ന് വെറുതെ ഒരു ഹെഡിങ് കൊടുക്കുക, റൈറ്റപ്പ് ആയതുകൊണ്ടാണ്. Gandhiji's call to the women of India brought me out of the 4 walls of my home. Before this movement, our lives were confined to domestic course, but the urge to free our motherland gave us a strong heart and absolute bravery. Along with my friends, I came to the forefront of the national movement. We chose the path of non-violence, but our determination was unshakable. We actively took part in processions, marching shoulder to shoulder with men while chanting slogans of freedom. When the unjust colonial laws restricted our basic rights, we fearlessly defied the law during the Salt Satyagraha and protest against foreign goods. The British response was brutal. During a peaceful march, the police charged at us. My close friends and I bore lathi blows directly, yet we stood our ground without raising a little finger in retaliation. Even when some of us were injured and bleeding profusely, we stood unflinchingly, refusing to retreat or beg for mercy. Thousands of us were arrested and we proudly filled the jails across the country. The dark, cramped prison cells could not break our spirit. We sacrificed our comfort and risked our lives because the dream of a free India was far greater than any hardship we faced.
അടുത്തത്, imagine that Gandhiji is interviewed by some of the French students who organized reception. Frame a few questions that they would ask. അപ്പോൾ ഗാന്ധിജീനെ ഫ്രഞ്ചിലുള്ള സ്റ്റുഡൻസ്, ഫ്രാൻസിലെ ഫ്രഞ്ച് സ്റ്റുഡൻസ് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. സോ തയ്യാറാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നിങ്ങളോട് റെഡിയാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. What are your impressions about the French people and the French culture? ആദ്യത്തെ, we have heard you saying that you have read Rousseau and Victor Hugo. What did you like in them? അടുത്ത ചോദ്യം, it was the French Revolution in 1789 that gave the world the slogan liberty, equality and fraternity. Did this slogan influence you? അടുത്ത ചോദ്യം, you studied in England and you are a lawyer. You could have had a very successful career. Then why did you decide to sacrifice everything and lead the freedom struggle? അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അർത്ഥം മനസ്സിലാവുണ്ടാവും. ഈ നാലാമത്തേൻ്റെ അർത്ഥം ഞാൻ പറയാം. താങ്കൾ പഠിച്ചതും താങ്കൾ ലോയറായി പ്രാക്ടീസ് ചെയ്തതും ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഒരു നല്ല സക്സസ്ഫുൾ വിജയകരമായിട്ടുള്ള ഒരു ഭാവി കരിയർ ഉണ്ടാവുമല്ലോ, എന്തെല്ലാം ത്യാഗം ചെയ്ത് എന്തിനാണ് താങ്കൾ ഈ ഒരു ഫ്രീഡം സ്ട്രഗിൾ ലീഡ് ചെയ്തത്, മുന്നോട്ട് നയിച്ചത് എന്നാണ് കേട്ടോ ആ ചോദ്യം. അഞ്ചാമത്തെ, ഡു യു തിങ്ക് യുവർ മെത്തേഡ്സ് ഓഫ് നോൺ വയലൻസ് ആൻഡ് നോൺ കോപ്പറേഷൻ വിൽ ബ്രിങ് യു ഫ്രീഡം? അതായത് ഈ അഹിംസയും നിസ്സഹകരണവും ഫ്രീഡം കൊണ്ടു തന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആറാമത്തെ, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ലൈക്ക് us? ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് തരാനുള്ള ഉപദേശം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് റെഡിയാക്കാവുന്നതാണ്. അടുത്തത്, Gandhiji's secretary informs him that Chaplin wishes to meet him. As Gandhiji does not know Chaplin, the secretary tells him about Chaplin. Write the likely conversation between Gandhiji and his secretary. അപ്പോൾ ഗാന്ധിജിയും സെക്രട്ടറിയും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണമാണ് എഴുതേണ്ടത്. ആരാണ് കാണാൻ വന്നിരിക്കുന്നത്? ചാർലി ചാപ്ലിൻ വന്ന് കാണാൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കണം ഇവരുടെ കോൺവെർസേഷൻ. ഉത്തരം, അപ്പോൾ സെക്രട്ടറി, സർ ചാർലി ചാപ്ലിൻ വാണ്ട്സ് ടു മീറ്റ് യു. അപ്പോൾ ഗാന്ധിജി, ഹൂ സി, ആരാണ് അയാൾ? സെക്രട്ടറി, ഹീസ് എ ഗ്രേറ്റ് സെലിബ്രിറ്റി ഇൻ ദ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ് ആൻഡ് ഓൾസോ എ ഗ്രേറ്റസ്റ്റ് ആക്ടർ ലിവിംഗ് ടുഡേ. ഗാന്ധിജി, ഐ ഡോണ്ട് സീ ഫിലിംസ്, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്. Secretary, Charlie Chaplin is a different kind of actor. Chaplin comes from the people. Gandhiji, really? Secretary, he lives for the people. Gandhiji, that's great. Secretary, through his comedy films, he makes millions laugh. He is very popular. Gandhiji, that's great. Tell him to come in. I will meet him. ചെറിയ കോൺവെർസേഷൻ ആണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത്, imagine Chaplin writes a letter to a friend referring to the way he was inspired by Gandhiji to serve society. Draft the likely letter. അപ്പോൾ ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഗാന്ധിജീനെ മീറ്റ് ചെയ്തതിന് ശേഷം ഗാന്ധിജിയുടെ ഐഡിയകളിൽ അദ്ദേഹം വളരെയധികം എന്താ പറയുക, ഇൻസ്പയർഡായി. സോ അതിനെക്കുറിച്ചിട്ട് ഫ്രണ്ടിന് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റർ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ സ്ഥലവും അതുപോലെ ഡേറ്റും കൊടുക്കുക. ഡിയർ റിച്ചാർഡ്, റിച്ചാർഡ് എന്നാണ് ഞാനിവിടെ പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോളൂ. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹൈ സ്പിരിറ്റ്സ്. ഐ എം റൈറ്റിംഗ് ടു ഷെയർ ആൻ എക്സ്പീരിയൻസ് ദാറ്റ് ഹാസ് പ്രൊഫൗണ്ട്ലി മൂവ്ഡ് മീ ആൻഡ് ഓൾട്ടേർഡ് ദ വേ ഐ വ്യൂ മൈ ലൈഫ് ആൻഡ് മൈ വർക്ക്. ആസ് യു നോ, ഐ റീസെൻ്റ്ലി ഹാഡ് ദ ഇമ്മൻസ് ഓണർ ഓഫ് മീറ്റിംഗ് Mahatma Gandhi during his visit to London. But Gandhiji impressed me so much when I discussed things with him. He's a simple man. He's ready to answer any question you put to him. അപ്പോൾ ഗാന്ധിജിയെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഗാന്ധിജി ലണ്ടനിലേക്ക് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം വളരെ സിമ്പിളാണ്. ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകി. The first question I asked him was why he is propagating the spinning wheel in these modern days of industrialization. He told me that India is an agriculture country and the Indian peasants were unemployed for 6 months. The spinning wheel will give them employment. He added that in cloth and food, every nation should be self-contained. Indians were self-contained and they want to be so again. Then we discussed the topic of non-violence. He said that non-violence is not the weapon of the weak. It is the weapon of the strongest. Also said that killing and getting killed in a battle are acts of bravery. But to stand the blows of your enemies and not to hit back is a greater form of bravery. Then I asked about education. He told me that education is not filling your brain with facts and figures or reading books to pass the exams, but the building of character. I then asked him if he thought India could get freedom from the British through non-violent methods. Gandhiji was very positive and said non-violence is more powerful than any bomb man has made
has made, and the British will leave the country soon. I was so impressed by Gandhiji's ideas, and I have decided to do my best to serve the society. I will tell you more about Gandhiji and his ideals when I meet you. Bye for now. Yours lovingly, Charlie Chaplin. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത്, ഗാന്ധിജി അഡ്രസ്ഡ് ദ മാസസ് ഓൺ വേരിയസ് ഒക്കേഷൻസ് ആൻഡ് ഡെലിവേർഡ് പെർസ്യൂസീവ് സ്പീച്ചസ് ദാറ്റ് ഇൻസ്പയർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. സം പീപ്പിൾ ആർ ടാലന്റഡ് പബ്ലിക് സ്പീക്കേഴ്സ് വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. ദേ ഡു നോട്ട് നീഡ് എനി പ്രിപ്പറേഷൻ ടു ഡെലിവർ എ സ്പീച്ച്, ബട്ട് സം അതേഴ്സ് മേ നീഡ് എ സ്ക്രിപ്റ്റ്. അപ്പോൾ ഗാന്ധിജി ഇതുപോലെ വൻ ജനത്തിന് മുന്നിൽ സ്പീച്ച് നടത്താറുള്ള ആളാണ്. ചില ആളുകൾക്ക് സ്പീച്ചിന് ഒരു പ്രിപ്പറേഷനൊന്നും വേണ്ട, പക്ഷെ ചില ആളുകൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാണ് സ്പീച്ച് നടത്താറ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ് ഇതുപോലെ നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ ഗാന്ധി ജയന്തിയുടെ അന്ന് ഒരു സ്പീച്ചിന്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു സ്ക്രിപ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച് ഹൈലൈറ്റിംഗ് ഗാന്ധിജീസ് ഐഡിയ ഓഫ് നോൺ വയലൻസ്, ഹിസ് അഡ്മിറേഷൻ ഓഫ് ദ വിമൻ ഫ്രീഡം ഫൈറ്റേഴ്സ്, ഹിസ് കോൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എക്സെട്ര. ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടതെല്ലാം അവർ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? സല്യൂട്ടേഷൻ കൊടുക്കുക, ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക്, ബോഡി ഓഫ് ദ സ്പീച്ച്, കൺക്ലൂഷൻ എല്ലാം കൊടുക്കുക. ടോപ്പിക് ഇൻട്രൊഡക്ഷൻ വരെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡിയർ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് all. We all know that today is Gandhi Jayanti. On this important day, we want to remind ourselves of the significance of Gandhiji's message of non-violence, secularism and love for the country. Gandhiji lived and died for the country, and he has been an inspiration to all of us. Gandhiji is the father of our nation. He obtained freedom for India through his concept of non-violence. He said that non-violence is not the weapon of the weak, it is the weapon of the strongest. It enables one ready to stand the blow of the adversaries, and it does not retaliate. He added, killing and getting killed in a battle are acts of bravery. But to stand the blows of your enemies and not to hit back is a greater form of bravery. Gandhiji stressed the importance of education. He said that education is not filling your brain with facts and figures or reading books to pass the exam, but the building of character. Here I am reminded of a popular proverb which says, when wealth is lost, nothing is lost. When health is lost, something is lost. But when character is lost, everything is lost. That shows the importance of character. Gandhi also wanted women to play active role in nation building. He recognized their contribution to the freedom struggle. He said there was no restriction on their entering public life. When the organizations for freedom struggle were banned and the leaders were jailed, it was women who came to the forefront and even went to jails. They came out of the home, took part in the processions, defied the law and bore the lathi blows without showing any resistance. He also emphasized the importance of work and the dignity of labor. We often saw him at the spinning wheel. Charlie Chaplin had heard about Gandhi's spinning wheel. When he met Gandhi, the first question Chaplin asked was why Gandhi was against missionary. Gandhi said that Indian peasants were unemployed for 6 months. In cloth and food, every nation should be self-contained. Let's pledge on this day that we shall never forget Gandhiji and his teachings and work for the prosperity of our beloved nation. Jai Hind. ഇതുപോലൊരു സ്പീച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, തയ്യാറാക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സിൽ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട് വായിക്കാൻ. അത് നിങ്ങൾ വായിക്കുക. അതിനെ തുടർന്ന് നമുക്ക് ഡിഡ് യു എൻജോയ് ദ റീഡിംഗ് ദ സ്റ്റോറി? ക്യാൻ യു ഫൈൻഡ് വേർഡ്സ് ദാറ്റ് യു entered in my words list in the story too? Identify the words and write them in the space given below along with the meaning you have guessed. You may also അപ്പോൾ നിങ്ങൾക്ക് വേർഡ് മീനിങ് എഴുതാവുന്നതാണ്. അബണ്ടന്റ്, പ്ലെൻറ്റിഫുൾ, പ്രോസ്പെറിറ്റി, വെൽബീങ്, ഗവേണൻസ്, റൂളിംഗ്, വിയറി, ടയേർഡ്, എക്സ്പൗണ്ടഡ്, എക്സ്പ്ലെയിൻ, ഡിഫൈ, റെഫ്യൂസ് ടു ഒബേ, പ്രപ്പോസൽ, സജഷൻ, റീറ്റാലിയേറ്റ്, ഹിറ്റ് ബാക്ക്. അടുത്തത് Gandhiji is referred to as a spiritual ambassador of India in Dreams Realized. Identify similar expression from the passage that describe a person, a place or an event and list them. ഒരു പേഴ്സണെയോ പ്ലേസിനെയോ ഇവൻറ്റിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. എക്സ്പ്ലോയിറ്റേഷൻ, ബ്ലൈൻഡഡ് വെസ്റ്റ്, ഹീലിംഗ്, war weary Europe, fellow students, non-violent man, intellectual sympathy, old friends, young students, English friends, civil servants, spinning wheel, various notion, vivid picture,
ഫ്രീഡം സ്ട്രഗിൾ, ലാത്തി ബ്ലോസ്, ലിറ്റിൽ ഫിംഗർ, സെൽഫ് സാക്രിഫൈസ്, ഫ്രീഡം ഫൈറ്റേഴ്സ്, ലെജിറ്റിമേറ്റ് ഇൻഡിപെൻഡൻസ്, ഇന്നിമിറ്റബിൾ മെത്തേഡ്, അൺവേവറിംഗ് നോൺ വയലൻസ് എല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അടുത്തത് നമുക്കിവിടെ ഹിയർ ഇസ് എൻ എക്സെപ്റ്റ് ഫ്രം ഡ്രീംസ് റിയലൈസ്ഡ് തന്നിട്ടുണ്ട്. ഫ്രേസൽ വെർബിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത് കേട്ടോ. വെൻറ്റോൺ എന്നുള്ളൊരു ഫ്രേസൽ വെർബിനെ കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നൗ ഐഡൻറ്റിഫൈ സച്ച് എക്സ്പ്രഷൻ ഇൻ ദ പാസേജ് ആൻഡ് റൈറ്റ് ദെയർ മീനിങ് ഇൻ യുവർ നോട്ട്ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ പുട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് പുട്ട് തന്നെ എടുക്കണമെന്നില്ല. ഇവിടെ പുട്ടല്ല, നമുക്ക് ഗിവ് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് ഫ്രേസൽ വെർബ് ആക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുട്ട് ഓൺ ആണെങ്കിൽ വിയർ, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, പുട്ട് ഇൻ ആഡ് മേക്ക്, പുട്ട് ഔട്ട് എക്സ്റ്റിങ്വിഷ്, പുട്ട് അപ്പ് ബിൽഡ് കൺസ്ട്രക്ട്, പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്, പുട്ട് ഇൻ ടു, ത്രോൺ ഇൻ ടു. അതിൻ്റെ എല്ലാ മീനിങ്സും എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതന്നെ എഴുതണമെന്നില്ല കേട്ടോ. ഫ്രേസൽ വെർബുകൾ ഒരുപാടാണുള്ളത്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ളതാണ്. നമുക്കിതിലൊന്നും ചെയ്യാനില്ല. റോൾ പ്ലേ പെർഫോം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഇതിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.